ചില ദിവസങ്ങളിൽ കുക്ക് ചെയ്യാൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല, പ്രത്യേകിച്ച് വൈകുന്നേരം. അല്ലാതെ ചില ദിവസങ്ങളിൽ എന്നാൽ രാവിലെ തോന്നും ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പോൾ അതേപോലെ ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരമാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ അമ്മയോട് പറഞ്ഞു വെച്ചിരുന്നു, അപ്പവും ചിക്കൻ കറിയും നമുക്ക് വൈകിട്ട് ഉണ്ടാക്കാം എന്നുള്ളത്, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം എന്നുള്ളത്. വൈകിട്ട് ഞാൻ വന്നതിന് ശേഷം അപ്പം അരച്ചെടുക്കുന്നത് കറക്റ്റായിട്ട് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാണ് നേരത്തെ അമ്മയോട് അപ്പം അരച്ചു വയ്ക്കാൻ പറഞ്ഞു. പിന്നെ ചിക്കൻ സ്റ്റൂവിനുള്ള ചിക്കനൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ പാനൊക്കെ ആദ്യമേ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പത്തിന് അമ്മ ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അരച്ചതെന്നൊക്കെ ഉള്ളതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പെട്ടെന്ന് നമുക്ക് ഈ റെസിപ്പിയും കൂടെ കൂട്ടത്തിലൊന്ന് കാണാം. അപ്പം ആദ്യം എണ്ണ ഒഴിച്ച് മസാല ഇട്ട് കൊടുത്തു, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുത്തു. സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന കറിവേപ്പിലയാണ്. നമ്മൾ ഇങ്ങനെ വെക്കുന്ന കറികൾക്കൊക്കെ ഈ കറിവേപ്പിലയൊക്കെ എത്ര ഇട്ടാലും നമുക്ക് മതിയാവത്തില്ല. ഞങ്ങളിതാ ഇതേപോലെ ഒരു ബോട്ടിലിനകത്ത്, അതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അതിനകത്ത് ഇതേപോലെ കറിവേപ്പില കഴുകി ഉണക്കിയത് ഇതേപോലെ എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അന്നേരം മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ഏകദേശം ഒരാഴ്ചയൊക്കെ കറക്റ്റായിട്ടിരിക്കും. ഇതുവരെ അങ്ങനെ ചീത്തയായി പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം, എല്ലാം ക്യൂബായിട്ട് അരിഞ്ഞത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇനി അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കുക്കാവണം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അപ്പത്തിൻ്റെ മാവ് റെഡിയായോ എന്നറിയാനായിട്ട് നമ്മൾ എടുത്ത് വെച്ച് നോക്കുകയാണ്. അപ്പം അമ്മ പെട്ടെന്ന് അരച്ചെടുത്ത്, നമ്മൾ യൂഷ്വലി എപ്പോഴും വീട്ടിൽ അരച്ചെടുക്കുന്ന പോലെയാണ്. ഇതേ റെസിപ്പി ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് എന്നുള്ളത്. ട്രൈ ചെയ്യുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അമ്മേ, അപ്പത്തിന്റെ മാവ് അരച്ചോ? അപ്പത്തിന്റെ മാവ് അരച്ചു. ഉച്ചയ്ക്ക് അരച്ചായിരുന്നു അല്ലേ? ഉച്ചയ്ക്ക് നേരത്തെ അരച്ച് വെച്ചു കേട്ടോ. അപ്പൊ എല്ലാരും ചോദിക്കും നമ്മൾ ഈ റെസിപ്പി ഇടുമ്പോ എങ്ങനെയാ അപ്പത്തിന്റെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ അമ്മ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ അപ്പത്തിന്റെ അരച്ചെന്ന്. സാധാരണ ചെയ്യുന്ന പോലെ ഒരു 2-3 മണിക്കൂർ അരി നന്നായിട്ട് കുതിരണം. വെള്ളത്തില് കുതിരാനിട്ടിട്ട് 4 മണിക്കൂറായാലും കൊള്ളാം. കൂടുതൽ സമയം അരി വെള്ളത്തിൽ കിടക്കുന്നതാണ് അപ്പത്തിന് നല്ലത്. ഞാൻ ഇതില് 2 ഉഴുന്ന് കൂടിട്ടും, അതാണ് 2 ഉഴുന്ന് കൂടിട്ടും ഇട്ട് അത് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം തേങ്ങയും അരി നല്ലോണം കഴുകി ഊറ്റിയെടുത്ത് തേങ്ങയും കുറച്ച് ചോറും പഞ്ചസാരയും ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത്. സോഡാപ്പൊടി, ഈ സ്റ്റെപ്പ് വേണ്ട, സോഡാപ്പൊടി ഒത്തിരി അങ്ങ് പുളിച്ചൊക്കെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. വല്ലാത്ത ടേസ്റ്റ് വരും, ഒരുപാട് അങ്ങ് പുളിച്ചു വരും. ഇതാകുമ്പോൾ പാകമായിരിക്കും അപ്പത്തിന്, നല്ല കഴിക്കാനും ഒരു ആവശ്യത്തിനുള്ള പുളിയും കാണും. അങ്ങനെ സാധാരണ ഞാനെങ്ങനെയാണ് അപ്പത്തിന്റെ അരച്ചിട്ട് എത്ര സമയം നമ്മൾ വെച്ചു? 5 മണിക്ക്. പിന്നെ സാധാരണ നമ്മൾ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. പക്ഷെ ഇത് ഉച്ചയ്ക്ക് അരച്ചുകൊണ്ട് 4-5 മണിക്കൂറായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചൂടാവല്ലോ അല്ലേ? 2 മണിക്കൂർ കഴിഞ്ഞാലും ചൂടാവും. നല്ല സോഫ്റ്റ് അപ്പം വരും. പക്ഷെ ഒരുപാട് പുളിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് സമയം കൂടി വെള്ളമൊക്കെ. പിന്നെ അപ്പത്തിന് അപ്പൊ ആയാലും ദോശ ആയാലും ചില നല്ല പുളി വേണം. അതെ, പക്ഷെ അപ്പത്തിന് എപ്പോഴും പുളി കുറഞ്ഞിരിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആയിട്ട് അളവുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം. അപ്പം അങ്ങനെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് അത് നോക്കിയിട്ട് ട്രൈ ചെയ്യാം. അതൊരു 10 മിനിറ്റും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ വേണ്ട കറി നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി തിളച്ച് വന്നാൽ മാത്രം പോരാ, അതൊന്ന് വറ്റിച്ച് വരണം. അത് വറ്റി നന്നായിട്ട് വരുമ്പോഴേ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചിക്കൻ ഞങ്ങളൊന്ന് കഴുകി എല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കാണ്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും ഇതും ഇട്ടിരിക്കുന്നത് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളത് കലക്കി വെക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കി കൊടുത്ത സമയത്താണ് മനസ്സിലാവുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻ വളരെ ചെറുതായിപ്പോയി, കറി കൂടുതലുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം. റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നവർ അത് നോക്കിയിട്ട് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ലൂസായിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തു. ഞങ്ങളിവിടെ പൊടിയാണ് കലക്കിയിരിക്കുന്നത്, കാരണം തേങ്ങ പിഴിഞ്ഞെടുക്കാൻ രാത്രിയിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അടച്ചു വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് 2-3 ലിഡ് എടുത്തിട്ടും ഒന്നും കറക്റ്റ് അല്ല. പിന്നെ പാത്രം മാറ്റാൻ തന്നെ മടിയായിരുന്നതുകൊണ്ടാണ് കുറച്ച് നേരം അതിൽ തന്നെ ഇളക്കാൻ നോക്കിയത്, അതും പറ്റിയില്ല. അപ്പോൾ ഈ ലിഡും കറക്റ്റ് അല്ല. അങ്ങനെ ഫൈനലി ഒരു ലിഡ് ഞാൻ കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വന്നു, അത് വെച്ച് അടച്ചു വെക്കുകയും ചെയ്തു. ഇനി അത് അവിടെ ഇരുന്ന് ചിക്കൻ നന്നായിട്ട് കുക്കാവണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി നമ്മൾ എടുത്ത് വെച്ചാൽ നമ്മൾ മെസ്റ്റപ്പ് ആക്കിയ സ്ഥലം മുഴുവൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതായത് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. എനിക്കിപ്പോൾ എക്സ്ട്രാ ഒരു പാത്രവും കൂടെ ആവശ്യമായിട്ട് വന്നല്ലോ, കാരണം നമ്മൾ എടുത്ത പാത്രത്തിൻ്റെ സൈസ് അല്ലാത്തത് കൊണ്ടാണ് അത് വന്നത്.
ആദ്യമേ മാറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി നീറ്റാക്കി വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പം ചിക്കൻ കറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പവും കൂടെ ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയെല്ലാം നന്നായിട്ടൊന്ന് പാത്രങ്ങളെല്ലാം കഴുകി എല്ലായിടും ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ പൊടികളൊന്നും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ആ ഒരു കളറ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആ പൊട്ടറ്റോയൊക്കെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന തവി വെച്ചിട്ട് തന്നെ. എന്നിട്ട് അടച്ചു വെക്കുക. കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് കുക്കാവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കാഷ്യൂം റീസൺസും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കാഷ്യൂ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, ബാക്കിയുള്ള മുന്തിരിങ്ങ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞങ്ങളും ഇതേപോലെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ ഇങ്ങനെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കറി റെഡി ആവാനുണ്ട്. അങ്ങനെ അത് അടച്ചു വെച്ച് അമ്മ പറഞ്ഞു ഞാനൊരു സീരിയൽ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കാണാമെന്നുള്ളത്. അങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പൊതുവേ ഞങ്ങൾ സ്വന്തം വീഡിയോസ് കണ്ട് അല്ല തനിയെ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന അത് നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷമല്ലേ. അതേ ഞാൻ നോക്കുക, പേളിയുടെ പുതിയ എന്തെങ്കിലും വീഡിയോസ് വന്നിട്ടുണ്ടെന്നാൽ പുതിയതായിട്ടൊന്നുമില്ലായിരുന്നു, എല്ലാം ഞാൻ കണ്ടു തീർത്തായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അതിന് ശേഷം വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ചിക്കനൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കടുവറുത്തൊഴിക്കാനുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ അതിനകത്തേക്ക് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞങ്ങളിതെല്ലാം പൊടിയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കടുവറുത്ത് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ടൈമിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. അതും നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞങ്ങൾ കുക്കറിൽ ചെയ്തൊരു റെസിപ്പിയും ഇതേപോലെ ഇട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അത് അമ്മ അപ്പവും കൂടെ ചുട്ടെടുക്കുകയാണ് ചൂടോടെ. കറി ആയതിനു ശേഷം അപ്പം ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നല്ല ചൂടായിട്ടുള്ള അപ്പവും കൂട്ടത്തിൽ കഴിക്കാമല്ലോ. ഇതൊരു പ്രത്യേക തരം കോമ്പിനേഷനാണ്. കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്രിസ്മസ് ടൈമിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ അപ്പവും ചിക്കൻ സ്റ്റൂ എടുക്കുന്നത്. അല്ലാതെ അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു കോമ്പിനേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അപ്പം അപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഡിന്നർ കഴിക്കാം എന്നുള്ളത്. എന്തായാലും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും എടുത്തിട്ടുണ്ടാവും അപ്പവും ചിക്കൻ സ്റ്റൂവും കൂടെ. ഞങ്ങൾ ചില ദിവസം രാവിലെയൊക്കെ എടുക്കാറുണ്ട്. അത് കൂടുതൽ ഈ ഒരു സമയത്താണ് എടുക്കുന്നത്. അല്ല നമ്മൾ ചില ദിവസം ഇപ്പോൾ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിപ്പോൾ രാവിലെ ചിക്കൻ സ്റ്റൂ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ നേരെ ചിലപ്പോൾ കിട്ടത്തില്ലല്ലോ. അങ്ങനെയുള്ള സമയത്ത് കുക്കറിലൊക്കെ വെക്കാറുണ്ട് പെട്ടെന്ന് എടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് പിൻ ചെയ്തേക്കാം. കുക്കറിൽ വെക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും കൂടെ അതിനകത്തിട്ടേക്കാം. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ഈവനിങ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇത് വീക്കെൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സമയം എടുത്തൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് അല്ലാത്തൊരു ദിവസമാണ് എടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.